ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ജിയോ കിച്ചൻ ടൂർ വൈബ്സ് എന്ന കുക്കിംഗ് ചാനലിലേക്ക്, യൂട്യൂബ് കുക്കിംഗ് ചാനലിലേക്ക് നിങ്ങളെ എല്ലാവരും ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സോസേജ് ഫ്രൈ ചെയ്തിരുന്നല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ സോസേജ് കൊണ്ട് നമുക്ക് ഒരു കറി ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ആ കറി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ സ്റ്റൈൽ സോസേജ് കറി. നമ്മുടെ ഇന്ത്യൻ മസാലകളൊക്കെ ചേർത്തിട്ട് ഇന്ത്യൻ രീതിയിലുള്ള ഒരു കറിയാണ് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഇൻഗ്രീഡിയൻസ് നമ്മുടെ മുമ്പിലുണ്ട്. ഇതൊരു 6 ചിക്കൻ സോസേജാണ്. ഞാൻ ഈ ഇൻഗ്രീഡിയൻസ് പറയുന്നതിന് മുമ്പ് ഞാനൊന്ന് ചെറുതായിട്ട് മാരിനേറ്റ് ചെയ്തോട്ടെ. അതിനുശേഷം ഞാൻ ഇൻഗ്രീഡിയൻസ് പറയാം. ഇതിന് ചെറിയ കഷ്ണങ്ങളാക്കണം. അപ്പോൾ നമ്മൾ ഇത് പീസാക്കിയിട്ടുണ്ട്. ഏറ്റവും ആദ്യമേ നമ്മൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിൻ്റെ അകത്ത് ചേർക്കും. അല്പം ഓയിൽ ചേർക്കാം. പിന്നെ അല്പം മഞ്ഞൾപ്പൊടി മതി. ഇതൊന്നൊരു 10 മിനിറ്റ് നേരത്തേക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. 10 മിനിറ്റ്, കൂടുതലൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ് മതി. മീഡിയം സൈസ് 3 സവാളയുണ്ട്. അതിന് ജൂലിയൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുക നീളത്തിലുള്ളത്. പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു വലിയ തക്കാളിയുണ്ട്, ചോപ്പ് ചെയ്ത് വെച്ചതാണ്. പിന്നെ അല്പം 2 ഗ്രീൻ ചില്ലി, പിന്നെ കറിവേപ്പില, പിന്നെ നമ്മുടെ ഡ്രൈ മസാലപ്പൊടികളുണ്ട്. പിന്നെ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഈ തക്കാളി ചേർത്താൽ ഒരു അല്പം ടൊമാറ്റോ സോസ് കൂടെ നമുക്ക് ചേർക്കാൻ തോന്നും. അങ്ങനെ ചേർക്കാം. ചൂടായിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. എണ്ണ ഒഴിക്കാം. ഇതൊന്ന് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തത് മതി. ഇനി നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊന്ന് മാറ്റട്ടെ. അപ്പോൾ നമ്മളൊരു പാൻ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. നമുക്ക് സവാള വഴറ്റാനുണ്ട്. സാധാരണ നമ്മൾ കോഴിക്കറിയൊക്കെ വെക്കുന്ന അതേ പ്രൊസീജിയർ തന്നെ, യാതൊരു വ്യത്യാസവും ഇല്ല. എന്നിട്ട് അതിനൊന്ന് സോട്ട് ചെയ്യാം. നമുക്ക് അല്പം ഉപ്പ് കൂടെ ചേർക്കാം. ഏകദേശമായി വരുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് അല്പം പച്ചമുളക് ചേർക്കാം, ഗ്രീൻ ചില്ലി. നമുക്ക് അല്പം കറിവേപ്പില ചേർക്കാം. ഇന്ത്യൻ സ്റ്റൈലാണ്, അതുകൊണ്ടാണ് കറിവേപ്പിലയൊക്കെ ചേർക്കുന്നത്. അതല്പം ജിഞ്ചർ ഗാർലിക് കൂടെ ചേർക്കാനുണ്ട്. വേറെ ഗാർലിക്കായിട്ടും ജിഞ്ചറായിട്ടും ചേർക്കാം. ഇതിപ്പോൾ സോസായിട്ടാണ് ചേർക്കുന്നത്. ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് പൊടികളൊക്കെ നമുക്ക് ഇടാനുണ്ട്. ആദ്യമായിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ധാരാളം മതി. കാരണം അല്പം മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടിയാണ്,
മുളക് പൊടി, പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുള്ള കാരണം 1 ടീസ്പൂൺ മുളക് പൊടി മതി, അത് കൂടുതൽ ആവശ്യമില്ല. മല്ലിപ്പൊടിയാണ്, മല്ലിപ്പൊടി 1 ടീസ്പൂൺ. ചേർക്കാം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ടൊമാറ്റോ. ഞാനിത് പെട്ടെന്ന് കുക്കാകുന്നതിന് വേണ്ടിയിട്ട് അതിനെ ഒന്ന് ഞാൻ പേസ്റ്റാക്കിയത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പേസ്റ്റാക്കിയ ഇതാ ടൊമാറ്റോ ആണ്. ഫ്ലെയിം കൂട്ടി വെച്ചു. ഇനി അടുത്തതായിട്ട് നമുക്ക് ചേർക്കാനുള്ള കസൂരി മെത്തിയാണ്. കസൂരി മെത്തി അല്പം കുരുമുളക് പൊടിയും ചേർക്കാം. അല്പം ടൊമാറ്റോ സോസ്, കെച്ചപ്പല്ല, സോസാണ്. ഇത് മധുരം ഉണ്ടാവും, അതുകൊണ്ട് വളരെ കുറച്ച് ചേർത്താൽ മതി. മസാലയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സോസേജ് ചേർക്കാം. അപ്പം നമ്മുടെ സോസേജ് ഒരുവിധം സോട്ടായി കഴിഞ്ഞു. അപ്പോൾ ഇതിന് നമുക്കല്പം വെള്ളം ചേർക്കാനുണ്ട്. അത് ഞാൻ ചൂടുവെള്ളം ആക്കി വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളം ആക്കി വെച്ച് ചൂടുവെള്ളം ചേർക്കുമ്പോഴാണ് നല്ലത്, അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും. എപ്പോഴും ചൂടായി നിൽക്കുന്ന ഒരു വസ്തുവിലേക്ക് ചൂടുവെള്ളം ചേർക്കണം. തണുത്ത വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ടെമ്പറേച്ചർ ഡൗൺ ആവും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. കുറച്ചുകൂടെ നമുക്ക് വെള്ളം ചേർക്കാം. നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കേണ്ടതുണ്ട്. ഒക്കെ ഒരുവിധം ഉണ്ട്. ഒരല്പം കൂടെ ചേർക്കാം ഉപ്പ്. നമുക്ക് മൂടി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേവിക്കാം. ഇത് നമ്മൾ മൂടിയെടുത്ത് നോക്കുകയാണ്. ഏകദേശം നമ്മൾ 10 മിനിറ്റാണ് ഇത് വേവിച്ചത്. തിള വന്നതിന് ശേഷം നമ്മൾ ബോയിലായതിനു ശേഷം 10 മിനിറ്റാണ് നമ്മൾ വേവിച്ചത്. പിന്നെ ഇത് സിമ്മറിലിട്ടിട്ടാണ് വേവിച്ചത്. ചാറ് ഇതിൻ്റെ ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ചേർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം.
അത് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചേർക്കാൻ കുഴപ്പമില്ല. ഇപ്പം നമുക്ക് ഇതിനകത്ത് കുറച്ച് ഗരം മസാല ചേർക്കാനുണ്ട്, അത് ചേർക്കുകയാണ് ഞാൻ. ഗരം മസാല അതിപ്പോഴാണ് ചേർക്കുന്നത്. കാരണം ഗരം മസാല നേരത്തെ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടും. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ സ്റ്റൈൽ സോസേജ് കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ സ്റ്റൈൽ സോസേജ് കറി അല്ലെങ്കിൽ സോസേജ് മസാല റെഡിയായി കഴിഞ്ഞു. ഇനി നിങ്ങളൊക്കെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. സോസേജ് ഒരല്പം വില കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും അങ്ങനെ അത്രയൊന്നും പറയാനില്ല. കാരണം ഇത് എപ്പോൾ വേണമെങ്കിലും നമ്മൾ വീട്ടിൽ വാങ്ങിച്ച് വെച്ച് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സാധിക്കുന്നവരത് വാങ്ങിച്ച് വെക്കുക, ഇത് ട്രൈ ചെയ്യുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മുമ്പ് ഞാൻ നേരത്തെ കാണിച്ച ഫ്രൈ ആക്കാം, അതുപോലെ തന്നെ ഇത് കറി മസാലയാക്കാം. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ഇത് നമ്മൾ ചപ്പാത്തി പൂരിയുടെ കൂടെയാണ് ഏറ്റവും സൂറ്റബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ അധികം പിന്നെ രണ്ടാമത് പറയുന്നില്ല. അപ്പോൾ ഇത് കഴിച്ച് നോക്കുക. ഇതങ്ങനെ അധികം ആൾക്കാരധികം ഉണ്ടാക്കുന്ന ഒരു വിഭവം അല്ല. കാരണം സോസേജ് അല്പം വില കൂടുതലായതുകൊണ്ട് അങ്ങനെ അധികം വാങ്ങിച്ച് വെക്കാറില്ല. പക്ഷേ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ്. അതൊരു നല്ലൊരു അസറ്റാണ് നമ്മുടെ വീട്ടിൽ. അപ്പോൾ ഇന്ന് ഈ സോസേജ് കറി ഇതിൻ്റെ റെസിപ്പി ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം നിർത്തിക്കോട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമസ്കാരം. ജയ് ഹിന്ദ്.